റൗണ്ടിൽ 837 വോട്ടുകളാണ് ഷൗക്കത്തിന് ഭൂരിപക്ഷമായി ലഭിക്കുന്നത്. അവിടെ തെറ്റില്ലാത്ത ഭൂരിപക്ഷം തന്നെയാണ്. കാരണം ഷൗക്കത്തിന് പോത്തുകല്ല് ആ തരത്തിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറുതല്ല. 8 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഷൗക്കത്തിന്റെ ലീഡ് 5958 ഉയരുന്നു. 5958 റൗണ്ട് വരെ ശ്രദ്ധിക്കണം. ഇതുവരെയും ഷൗക്കത്തിന് മാത്രമേ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്വരാജിന് പട്ടത്തിലേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. 8ാം റൗണ്ട് വരെ ഇതുവരെയും ഒരു ഘട്ടത്തിൽ പോലും, അതായത് പോത്തുകല്ല് പഞ്ചായത്ത് പൂർണ്ണമായും കൗണ്ട് ചെയ്ത 8ാം റൗണ്ടിൽ പോലും ഇതുവരെ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല. സ്വരാജിന് ആ റൗണ്ടിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കാര്യം വ്യക്തമാണ്, പോത്തുകല്ല് LDF-ന്റെ ബെൽറ്റിലും LDF-ന് കിട്ടിയിട്ട് LDF-ന്റെ വോട്ടും അൻവറിലേക്ക് പോയി. നമ്മൾ ഉറ്റുനോക്കുന്ന പോത്തുകല്ലും ഇടതു മുന്നണിയെ കൈവിട്ടു എന്ന രാഷ്ട്രീയ ചിത്രം ഇവിടെ നിന്നുണ്ടാകുന്നു എന്ന് കരുതണം. 14 റൗണ്ടുകൾ പൂർണ്ണമായും 14 ബൂത്തുകൾ പൂർണ്ണമായും എണ്ണിയ പോത്തുകല്ല് കൗണ്ട് ചെയ്യപ്പെട്ട 8ാം റൗണ്ടിൽ പൂർണ്ണമായും അത് ഷൗക്കത്തിന് അനുകൂലമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പോത്തുകല്ല് ഇടതു മുന്നണിയെ കൈവിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് വരുന്ന റൗണ്ടുകളിലും ഉണ്ടാകുമോ? പോത്തുകല്ലിനപ്പുറമുള്ള ചുങ്കത്തറയിലും പോത്തുകല്ലിന്റെ അവശേഷിക്കുന്ന 9ാം റൗണ്ടിലെ 14 ബൂത്തുകളിലും എന്ത് സംഭവിക്കുമെന്ന ചോദ്യമുണ്ട്. അവശേഷിക്കുന്ന നിലമ്പൂരും അമരമ്പലത്തും ഇതുതന്നെയാണ് ചിത്രമെങ്കിൽ ഷൗക്കത്ത് വീണ്ടും ലീഡ് ഉയർത്തി മുന്നോട്ട് പോകാനാണ് സാധ്യത. 9 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. പോത്തുകല്ലിലെ 28 ബൂത്തുകൾ കൂടി എണ്ണിക്കഴിയുമ്പോഴുള്ള ഭൂരിപക്ഷമാണിത്. 35,682 വോട്ടുകൾ ഷൗക്കത്ത് നേടി. 30,254 വോട്ടുകൾ മാത്രമാണ്. PV അൻവർ 10,000-ൽ പരം വോട്ടുകൾ, 10,461 വോട്ടുകളായി PV അൻവറിന്റെ വോട്ട് നിലയുയർത്തുന്നു. ശ്രദ്ധിക്കുക, 10,000-ൽ പരം വോട്ടുകൾ അൻവർ അവകാശപ്പെടുന്ന രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ വെറും 8 റൗണ്ടുകളുടെ കണക്കുകൾ മാത്രമാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ തന്നെ ഷൗക്കത്ത് 10,000-ൽ പരം വോട്ടുകൾ, ക്ഷമിക്കണം, അൻവർ 10,000-ൽ പരം വോട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം. 20,000 എന്ന കണക്കൊന്നും അപ്രാപ്യമല്ല അൻവറിനെ സംബന്ധിച്ച്. അങ്ങനെ തന്നെ സംഭവിക്കും രഞ്ജിത്ത്. തീർച്ചയായും 10,000 കടന്ന അൻവർ എന്നുള്ള വലിയ ഒരു കറുത്ത കുതിരയായി അൻവർ മാറുന്നു. അൻവർ ഷൗക്കത്തിന്റെ വിജയം 6,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം എത്തുമ്പോൾ പോലും 10,000-ന് മുകളിൽ വോട്ടുകൾ നേടി അൻവർ തന്നെ അവഗണിക്കാനാവില്ല എന്ന് പറയുകയാണ്. KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിലും അത് വളരെ വ്യക്തമായിരുന്നു. അൻവറിനായുള്ള അടച്ച വാതിൽ വേണമെങ്കിൽ തുറക്കാം, എന്തിനാണ് വാതിലിന് താക്കോൽ എന്ന് വളരെ കൃത്യമായി ചോദിക്കുകയാണ്. പക്ഷേ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യേണ്ടി വരും. അവഗണിക്കാനാവുന്ന ഒന്നല്ല, ഒരു ചെറിയ ഫാക്ടറാണ് അൻവർ, വലിയ ഫാക്ടറാണ് എന്ന് പറയുമ്പോഴും അവിടെ അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിലുകൾ വീണ്ടും തുറന്നേക്കാം എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അത്. അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിനുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷൻ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകം 10,000-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചാണ് ഈ 8 റൗണ്ട് കഴിയുമ്പോൾ അൻവർ തന്റെ കരുത്ത് തെളിയിക്കുന്നത്. സ്വരാജ് എന്ന ഇടതു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ജന്മദേശത്തിൽ പിന്നോട്ട് പോയി എന്ന രാഷ്ട്രീയ ചിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ അടുത്ത റൗണ്ട് നിർണായക